ഹായ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വെജിറ്റബിൾ പുലാവാണ്. അതിനുവേണ്ടി ക്യാരറ്റ് ബീൻസ് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നാരങ്ങയുടെ പകുതി, ഒരു തക്കാളി അരിഞ്ഞെടുത്തിട്ടുണ്ട്, ഒരു സവാള അരിഞ്ഞെടുത്തിട്ട്, 3 പച്ചമുളക്, ഒരു വയണയില, 2 കറുകപ്പട്ടയുടെ പീസ്, 2 ഏലക്ക, 2 ഗ്രാമ്പു ഇത്ര എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെജിറ്റബിൾ മസാല എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ പാക്കറ്റ് 10 ഗ്രാമിൻ്റെയാണ്. ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് മല്ലിയില, പുതിനയില, ഇഞ്ചി, വെളുത്തുള്ളി, 2 പച്ചമുളക്, ഒരു സവാളയുടെ പകുതി. ഇത്രയും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സിയുടെ ചെറിയ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പം ഞാനിവിടെ നന്നായിട്ട് അത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് 1 ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കഴുകി വെള്ളം തോത്തിയെടുത്തതാണ്. അപ്പോൾ പുലാവ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ കുക്കർ വെച്ച് അതിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നെയ്യൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഏലക്ക ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ കറുവപ്പട്ട, ഗ്രാമ്പൂ അതെല്ലാം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ശേഷം ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ശേഷം നന്നായി ഇളക്കി കൊടുക്കാം. പച്ചമണം പോകുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾ കൂടി ചേർത്ത് കൊടുക്കാം. ശേഷം നന്നായി വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ പുലാവ് മസാല ഇട്ട് കൊടുക്കാം. ശേഷം നന്നായി ഇളക്കിയതിന് ശേഷം അതിലേക്ക് തക്കാളി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. ശേഷം നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അതിനുശേഷം അതിലേക്ക് 1.25 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട്. ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നാരങ്ങ നീര് പിഴിഞ്ഞൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെച്ച് 2 വിസിലിന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ വിസിലൊക്കെ പോക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ പുലാവ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. വളരെ സിമ്പിളും ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുലാവാണിത്.